വാട്സപ്പ് ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങളിന്ന് തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെ റഷ്യഡ് ആയിട്ടുള്ളൊരു ബേസ് പെട്ടെന്ന് 60 ദിവസം കൊണ്ട് മാക്സ് ആക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പലരും റഷ്യ അടിക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൂപ്സ് കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിൽ ചെറിയ ഷോ ഇറക്കാനായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്കങ്ങനെ 60 ദിവസം കൊണ്ട് നമ്മുടെ ബേസ് ഒരു 80% മാക്സ് ചെയ്യാം 60 ദിവസം കൊണ്ട് മാത്രം. ഞാനീ പറയുന്ന കുറച്ച് ടിപ്സ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതുകൊണ്ട് അധികം ലാഗ് ആക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങേണ്ടത് നമ്മുടെ ഓഫൻസിൽ നിന്നാണ്. മിക്കവരും ഡിഫൻസിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അത് ശരിക്കും റോങ് ആണ്. നമ്മൾ നമ്മുടെ ഓഫൻസിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. ലൈക്ക് ബെറാക്സ്, സ്പെൽ ഫാക്ടറി, ബ്ലാക്ക് സ്മിത്ത്, ലബോറട്ടറി, ക്ലാൻ കാസ്റ്റിൽ, ഇത്രയും കാര്യങ്ങൾക്ക് വേണം നമ്മൾ ഫസ്റ്റ് ഒരു ബേസിലെത്തിയ ആദ്യം തന്നെ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഡിഫൻസിനെക്കാട്ടും ഓഫൻസ്, കാരണം നമുക്ക് ലൂട്ട് ആവശ്യമുണ്ട് എല്ലാത്തിനും അപ്ഗ്രേഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളെപ്പോഴും ഓഫൻസിന് പ്രയോറിറ്റി കൊടുക്കുക. ഫസ്റ്റ് തന്നെ നിങ്ങളൊരു ബേസിലെത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാരാക്സ് ഡാർക്കും നോർമൽ ബാരാക്സും അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ സ്പെൽ ഫാക്ടറി, ലബോറട്ടറി, ക്ലാൻ കാസ്റ്റിൽ, ബ്ലാക്ക് സ്മിത്ത്, ഇത്രയും കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആർമി ക്യാമ്പ്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബേസ് ഓൾമോസ്റ്റ് ഒരു 25% നല്ല ലെവലിലോട്ട് ഉയരും, ഒരു റഷ്യഡ് ബേസ് ആണെങ്കിൽ തന്നെ. ഞാൻ ഈ പറയുന്ന ടിപ്സ് 1 to ഓൾമോസ്റ്റ് ഒരു 11 വരെയുള്ള ടൗൺ ഹാളുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ നമ്മുടെ ലൂട്ട് കളക്റ്റേഴ്സ് ലൈക്ക് ഡാർക്ക് എലിക്സർ ഡ്രില്ല്, ഗോൾഡ് മൈൻ, എലിക്സർ കൾട്ടർ, പിന്നെ നമ്മുടെ സ്റ്റോറേജസായ എലിക്സർ സ്റ്റോറേജ്, ഗോൾഡ് സ്റ്റോറേജ്, ഡാർക്ക് എലിക്സർ സ്റ്റോറേജ്. അപ്പോൾ ഇത് നമ്മുടെ ഓഫൻസ് നമുക്ക് ലൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ഓഫൻസും കാര്യങ്ങളും അപ്ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ വോൾസ്, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാൽ നല്ലതായിരിക്കും, ഓഫൻസ് ഇപ്പുറത്തും ഡിഫൻസ് ഇപ്പുറത്തും വരുന്ന രീതിക്ക്. അതിനുശേഷം നമ്മൾ വോൾസ് കാര്യങ്ങൾ, അത് നിങ്ങൾ ഓഫൻസ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എലിക്സർ ആയിരിക്കും യൂസ്, അപ്പോൾ ഗോൾഡ് നിങ്ങൾക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യുക. തിരിച്ച് ഡിഫൻസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് ആയിരിക്കും യൂസ്, അപ്പോൾ എലിക്സർ ഇതിൽ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡിഫൻസിലോട്ട് വരുമ്പോൾ വലിയ അപ്ഗ്രേഡൊക്കെ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എക്സ്ബോസ്, ഈഗിൾ എൽട്രി, ബോംബ് ടവർ, അതുപോലത്തെ സാധനങ്ങളൊക്കെ വേഗം ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ കാനോൺസ്, ആർച്ചർ ടവേഴ്സ്, ഏറ്റവും ലാസ്റ്റ് ട്രാപ്സ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു 60 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബേസ്, ഇതിപ്പോൾ ഒരു 11th ടൗൺ ഹാൾ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 80% ക്യാപ്ചപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങളുടെ ബേസ് ഒരു പകുതി മുക്കാലും ബാക്സായി കാണും. പിന്നെ ചെറിയ കാര്യങ്ങൾ ബാക്കിയുണ്ടാവും, ലൈക്ക് ട്രാപ്സ്, വളരെ കുറച്ച് വാൾസ് ചിലപ്പോൾ ബാക്കി വരും, ഈ ഹീറോസ്, അത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ബാക്കി വരാൻ ചാൻസ് ഉള്ളൂ. ഇത്രയും ടിപ്സ് ഫോളോ ചെയ്താൽ തന്നെ ഒരു റഷ്ഡ് ബേസ് എന്തായാലും ഒരു 80 ഡേയ്സ് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 85 എബോ 80 എബോ എന്താ പറയുക പെർസെൻറ്റേജിലോട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ